ഹലോ ഗൈസ്, ഞാനും സിയാപ്പിയും കൂടി ഒന്ന് പോസ്റ്റ് ഓഫീസ് വരെ പോവുകയാണ് കേട്ടോ. ഇത് ഞങ്ങൾ വീട്ടിൽ നിന്ന് പൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് രണ്ട് പർപ്പസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ ടിമു എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ആപ്പിൽ നിന്ന് ലോക്കൽ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാനൊരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ സാധനങ്ങൾ വാങ്ങി, ബാക്കിയെല്ലാം കറക്റ്റായിരുന്നു, 2 ഐറ്റംസ് ഒഴിച്ച്. അതിൽ ഒരു ചെരുപ്പ് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല വാങ്ങിയപ്പം. ഈ ബാക്കിൽ കാണുന്ന പള്ളിയാണ് കേട്ടോ. അതായത് ഇത് ഞങ്ങളുടെ വീട്, ഇതാണ് പള്ളി. പിന്നെ വേണ്ടതേ ഇതാണ് സെക്കൻഡറി സ്കൂള്. ഇത് ഹക്കു പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ഇനി സെക്കൻഡറി സ്കൂളിലോട്ടാകുമ്പോൾ ഇവിടെയാണ് പഠിക്കേണ്ടത്. എല്ലാം ഹാൻഡിയാണ് കേട്ടോ. അതായത് ഞങ്ങളുടെ വീടിൻ്റെ ഇതാണ് കേട്ടോ നമ്മുടെ വീട്. അതിന് ഓപ്പോസിറ്റ് കാണുന്നത് സെക്കൻഡറി സ്കൂള്. അതിൻ്റെ ഒരു വഴിയുടെ ഗ്യാപ്പിൽ കാണുന്നത് വേണ്ട ഇത് ചർച്ചാണ്, ഇവിടുത്തെ റോച്ച്ഫോർഡ് ബെഡ് ചർച്ച്. എന്നിട്ട് ഇതേ ആ ബ്ലൂ കളറിലെ ബോർഡ് കാണുന്നുണ്ടോ, അതാണ് ഇപ്പോൾ അക്കു പഠിക്കുന്ന സ്കൂള്. അവൻ പ്രൈമറി സ്കൂളിലാണിപ്പം. അവിടുന്ന് സെക്കൻഡറിയിലോട്ടാകുമ്പോൾ അതേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കാണിച്ചിരിക്കുന്ന ഈ സെക്കൻഡറി സ്കൂളിലോട്ട് വരും, സെയിൻറ്റ് ജോസഫ് സ്കൂൾ. ഇതേ സിയാപ്പിയോടെ ഇരിപ്പുണ്ട് കേട്ടോ. സിയാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്ട്രോളറിലൊക്കെ ഇരുന്ന് മമ്മി ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ അതിനകത്തിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞ് സ്ഥലങ്ങളൊക്കെ കണ്ടിരുന്ന് ഉറങ്ങാൻ. ഞങ്ങളിപ്പോൾ പോകുന്നത് പോസ്റ്റ് ഓഫീസിലേക്കാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ പോകുന്ന ഏരിയ. ഞങ്ങളുടെ വീടിൻ്റെ ഇതുവഴിയാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. എനിക്ക് ഇവിടുന്ന് 17 എക്സാക്റ്റ് നമ്മൾ ഗൂഗിളിൽ പറഞ്ഞിരിക്കുന്ന ടൈം വെച്ചിട്ട് ആ ഒരു സ്പീഡിൽ പോവുകയാണെങ്കിൽ കറക്റ്റ് 17 മിനിറ്റ്സാണ് നമുക്ക് ഡ്രൈവ് ഉള്ളത് എനിക്കിവിടുന്ന് എൻ്റെ ഡ്യൂട്ടി പ്ലേസിലേക്ക്. എൻ്റെ ഹസ്ബൻഡ് ചേട്ടായി വന്നിട്ട് ഇവിടുന്ന് 25 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. ഞങ്ങൾ എൻ്റെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഈ കാണുന്ന റൈറ്റ് റൂട്ടിലോട്ടും പോവും. ഞാൻ ഇവിടുന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് ലെഫ്റ്റ് ടേൺ എടുത്താണ് ഞാൻ പോകുന്നത്. ദേ ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ കുട്ടികൾക്കുള്ള പാർക്കാണിത്. ഞാനും ഒക്കും സിയയും കൂടെ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് കേട്ടോ. സമ്മർ എന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻറ്റ് സമ്മറാണ്. ഞങ്ങളിപ്പോൾ ഈ വീട്ടിലോട്ട് മാറിയിട്ട് കഴിഞ്ഞ ഡിസംബറിൽ എനിക്ക് ഇവിടുത്തെ ഗവൺമെൻറ് ജോബ് കിട്ടിയപ്പോഴാണ് ഞങ്ങൾ അയർലൻഡിൽ ഞാൻ വന്ന സമയം തൊട്ട് താമസിക്കുന്ന ആ ഏരിയയിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ആയത്. ഇനിയിപ്പോൾ ഞങ്ങളിവിടെ സെറ്റിൽഡാണ്, കാരണം നമ്മുടെ ജോലിയൊക്കെ ഇവിടെ സെറ്റായല്ലോ. അപ്പം ഇവിടെയാണ് ഞാനും ഒക്കും കൂടെ വരാറ് കളിക്കാനൊക്കെ. അക്കു കളിക്കും, ഞാനും സിയയും കൂടെ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കും. ചിലപ്പോൾ സിയപ്പി ഇപ്പോൾ ഇറങ്ങി കളിക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റ്സ്, ഒരു ക്ലബ്ബുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ടത് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഈ പ്ലേസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ മുമ്പ് നിന്നിരുന്ന സ്ഥലത്തിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ് കേട്ടോ. നല്ല കാം ആൻഡ് ക്വയറ്റാണ്. നമുക്ക് നല്ലൊരു ലൈഫ്, ഇങ്ങനെ ഒരു പേഴ്സണൽ ലൈഫൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ക്വയറ്റായിട്ട് ജീവിച്ചു പോകാൻ പറ്റുന്നൊരു ഏരിയ. അപ്പോൾ എനിക്ക് ഭയങ്കര പീസ്ഫുള്ളാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഞാൻ കാണിച്ചു തന്നില്ലേ ഫ്രണ്ടിൽ പള്ളിയാണെന്നുള്ളത്. ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ബാഗ് തൂക്കി നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ നേരെ കാണുന്ന പള്ളിയാണ്. അപ്പോൾ പള്ളിയിലോട്ട് നോക്കി ഒരു കുരിശൊക്കെ വരച്ചിട്ട് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഓഫാണെങ്കിൽ കൂടിയും നമ്മളിപ്പോൾ രാവിലെ ഉണരുമ്പം ഞങ്ങൾ അപ്സ്റ്റെയറിൽ റൂമിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിൻഡോ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പം അതിൽ നമ്മൾ നേരെ കാണുന്നത് ഞാൻ കാണിച്ചു തന്ന സെക്കൻഡറി സ്കൂളില്ലേ, ആ സ്കൂൾ സെയിൻറ്റ് ജോസഫ് സ്കൂൾ എന്നാണ് ആ സ്കൂളിൻ്റെ പേര്. നമ്മുടെ പള്ളിയുടെയൊക്കെ സ്കൂളാണ്, ഗവൺമെൻറ് സ്കൂളാണ്. ആ സെയിൻറ്റ് ജോസഫ് ആയതുകൊണ്ട് അവിടെ നമ്മുടെ ഇങ്ങനെ ഔസേപ്പിതാവ് ഉണ്ണിയേശുവിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു രൂപമാണ് അവിടെ ആ മതിലിൽ പണിത് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ആ വിൻഡോ തുറക്കുമ്പോൾ നേരെ ഞാൻ കാണുന്നത് അതാണ്. അപ്പോൾ അവിടെ അതിങ്ങനെ നോക്കി ഒരു കുരിശൊക്കെ വരച്ച് ഉണരുമ്പോൾ തന്നെ എൻ്റെ ആ ഡേ ഭയങ്കര കംപ്ലീറ്റഡ് ആണ്. ആ ഡേ ഭയങ്കര പോസിറ്റീവ് ഫീലാണ്. എനിക്ക് ഈ സ്ഥലത്തോട്ട് മാറിയതിന് ശേഷം അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഗവൺമെൻറ് ജോബായപ്പോൾ സെറ്റിൽഡായി, ജോലിക്ക് പോയി തുടങ്ങിയപ്പം അവിടെ നല്ലൊരു നമ്മുടെ വർക്ക് പ്ലേസ് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടായി തുടങ്ങും കേട്ടോ. കാരണം നമ്മൾ വീട്ടിലിരിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതലായിരിക്കുന്ന വർക്ക് പ്ലേസിലാണ്. അപ്പോൾ അവിടെ നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വീട്ടിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം ഇവിടെ ഇങ്ങോട്ട് മാറിയതിന് ശേഷം. എൻ്റെ എല്ലാ കാര്യം എടുത്താലും എല്ലാം എനിക്ക് ബോണസ് പോയിന്റ്സ് ആണ്. ഹലോ, ഹായ്. എല്ലാം എനിക്ക് ബോണസ് പോയിന്റ്സ് ആണ്. അതായത് എനിക്ക് നല്ല ജോലി, എൻ്റെ അക്കുവിന് നല്ല ഫ്രണ്ട്സ്, അവർ എനിക്ക് ഹായ് ഒക്കെ പറഞ്ഞ് പോയതാണ് കേട്ടോ. ആ കൊച്ച് സിയാപ്പിനെ അങ്ങ് നോക്കുവാണേ. അങ്ങനെ എന്തായാലും നമ്മുടെ പോസ്റ്റ് ഓഫീസ് എത്താറായി. ഞാൻ കാണിച്ചു തരാം കേട്ടോ അവിടുത്തെ പോസ്റ്റ് ഓഫീസൊക്കെ.
ഇതാണ് പോസ്റ്റ് ഓഫീസ്. ആ സ്പാറും ഉണ്ടോ, അതിൻ്റെ അകത്തായിട്ടാണ് പോസ്റ്റ് ഓഫീസ്. പിന്നെ ഇവിടെ പബ്ബുണ്ട്, ഇവിടെ നല്ല നല്ല ബംഗ്ലോസ് ഉണ്ട്. ഇതിനകത്തോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. എനിക്ക് ഐറ്റം റിട്ടേൺ വിടാനല്ലാണ്ട് വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ക്രെഡിറ്റ് യൂണിയൻ ഉണ്ട്, ഗവൺമെൻറ് എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള. അതിൽ ഞാനൊരു അക്കൗണ്ട് എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ നോമിനിയായിട്ട് ഞാൻ ചേട്ടനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എനിക്കെല്ലാം ഈ മെയിൽ ചെയ്യാനാണ് എളുപ്പം കേട്ടോ. അപ്പം ഞാൻ മെയിൽ ചെയ്ത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അവർക്കിതൊക്കെ ഒറിജിനൽ സൂക്ഷിക്കാനുള്ളതാണ്, അവർക്കത് പോസ്റ്റായിട്ട് അയക്കണമെന്ന്. അപ്പോൾ ഞാൻ അതും കൂടെ അയക്കാൻ പോവാം കേട്ടോ, പോസ്റ്റും കൂടെ അയക്കാൻ പോവാം. ഇതാണ് കേട്ടോ പോസ്റ്റ് ഓഫീസ്. ഞാൻ എന്താ ഇരിക്കുന്ന മനുഷ്യനോടൊന്ന് ചോദിക്കട്ടെ ആദ്യം. വേറെ ആരും ഇല്ല കേട്ടോ, ക്യാമറാമാൻ. ചേട്ടായി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒന്ന് വീഡിയോ എടുപ്പിക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ ചേട്ടായി ഇല്ല, ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാരണം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. ഞാനത് കൊടുത്തു. ഇതൊരു സൂപ്പർ മാർക്കറ്റും കൂടിയാണ് കേട്ടോ ഇതിനകത്ത്. അത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് ഇതിന് തൊട്ടപ്പുറത്ത് ഫാർമസി ഉണ്ട്, എൻ്റെ ഫാർമസി അവിടെ. അപ്പോൾ എൻ്റെ GP, എൻ്റെ ഡോക്ടർ എനിക്ക് ലാസ്റ്റ് ടൈം ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം തൈറോക്സിൻ്റെ ടാബ്ലറ്റിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇവിടെ അയച്ചേ. നമ്മുടെ നാട്ടിലെ പോലെ നമുക്കിങ്ങനെ ലോക്കൽ ഫാർമസിയിലൊന്നും പോയി ഒന്നും മേടിക്കാൻ പറ്റില്ല. ഡോക്ടർ സ്ക്രിപ്റ്റ് അയച്ചേക്ക് മാത്രമേ നമുക്കിവിടെ എല്ലാ മെഡിസിനും കിട്ടുള്ളൂ. പാരസെറ്റമോളൊക്കെ നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാം കേട്ടോ, അല്ലാതെ ബാക്കി മെഡിസിൻസ് ഒന്നും നമുക്ക് സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് മേടിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ ഫാർമസി, എൻ്റെ ലോക്കൽ ഫാർമസി ഇതാണ് കേട്ടോ, എൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഫാർമസി. അപ്പോൾ ഇവിടെയാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പോയി 1 മന്തിലേക്കുള്ള മെഡിസിൻ എനിക്ക് മേടിക്കണം. അതും കൂടെ മേടിച്ചിട്ട് പോവാം. എന്തായാലും ഒരു ട്രിപ്പ് വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും നടന്നു. സാധനം റിട്ടേൺ വിട്ടു, പിന്നെ ആ പോസ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റി. ഇനി മെഡിസിൻ കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്രയും കാര്യങ്ങൾ ഒരുമിച്ച് നടന്നു. എന്തായാലും വേണ്ടേ. ഇതാണ് കേട്ടോ നമ്മുടെ ഫാർമസി. ഞാൻ അങ്ങോട്ട് കയറാൻ പോവാണ്. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. ഞാൻ കട്ട് ചെയ്താണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ ആ റിസപ്ഷനിസ്റ്റ്. ഹായ് ഗൈസ്, അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ മെഡിസിൻ കിട്ടിയില്ല കേട്ടോ. അവിടുന്ന് ആ ഫാർമസി റിസപ്ഷനിസ്റ്റ് പറഞ്ഞു ചെക്ക് ചെയ്തിട്ട് അവർക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലെന്ന്. അപ്പോൾ സെയിം ടൈം ഞാൻ എൻ്റെ GPനെ വിളിച്ചു. അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അവരുടെ ക്ലിനിക്കിന് താഴെയായിട്ട് വേറൊരു ഫാർമസി ഉണ്ട്. ഞാൻ അവിടുന്ന് ചില മെഡിസിൻസൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാറ്. പക്ഷേ എപ്പോഴും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് എൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഫാർമസിയിലോട്ട് എനിക്ക് സ്ക്രിപ്റ്റ് വേണം എന്നാണ് GPയോട് പറയാറ്. പക്ഷേ GP വിട്ടുപോയത് കൊണ്ടായിരിക്കണം. എനിവേ ഡോക്ടർ അങ്ങോട്ട് സ്ക്രിപ്റ്റ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പം അതൊന്ന് വാങ്ങിച്ചിട്ട് വരണം. തൽക്കാലത്തേക്ക് എനിക്ക് 88 mcg തന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും. അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇനിയിപ്പോൾ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. CRP അവിടെ നിന്ന് ഇച്ചിരി നേരം ഒച്ച ഇട്ടു കേട്ടോ. ഞാൻ ആ റിസപ്ഷനിസ്റ്റിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇനി അവളെ കളഞ്ഞിട്ട് പോവാണോ എന്നുള്ള രീതിയിൽ. സിയ ഒരു ഹായ് പറഞ്ഞേ. ഹായ്, ടാറ്റ പറഞ്ഞേ. ടാറ്റ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ഞാനിത് സ്റ്റോപ്പ് ചെയ്തതിനാണ് ഈ ഒച്ച വയ്ക്കുന്നത്. അവൾക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. നമ്മളിങ്ങനെ ഉരുട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. അവൾക്ക് ചെറിയ ചൂടൊന്നും സഹിക്കാൻ പറ്റില്ല കേട്ടോ. സമ്മറിൽ ഇതാണെങ്കിൽ ചെറിയ ചൂട്, വീട്ടിലിരിക്കുമ്പോൾ നല്ല ചൂടാണ്. നമ്മുടെ ഈ ഗ്ലാസ്സിൽ, വിൻഡോസ് എല്ലാം ഗ്ലാസ് അല്ലേ, അപ്പോൾ ഗ്ലാസ്സിൽ കൂടെ ചൂടടിക്കുമ്പം അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്വെറ്റ് ചെയ്യുമല്ലോ. അവൾക്കത് പറ്റത്തില്ല. അവൾ അവിടെ നിന്ന് ഒച്ചയെടുക്കാൻ തുടങ്ങും. അതുകൊണ്ട് അവൾക്കിങ്ങനെ പുറത്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കാറ്റൊക്കെ അടിച്ച് ചെറിയ തണുപ്പാണ്. ഇവിടെ സമ്മറാണെങ്കിലും സൺലൈറ്റ് ഉണ്ടെങ്കിലും വെളിയിലിറങ്ങുമ്പോൾ ഒരു തണുത്ത കാറ്റുണ്ടാവും എപ്പോഴും. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ചൂട്. പക്ഷേ വീട്ടിലിരിക്കുവാണെങ്കിൽ ഭയങ്കര ചൂടെടുക്കും. ഈ ഞാൻ പറഞ്ഞ പോലെ ഗ്ലാസ്സിൽ കൂടെ ഇങ്ങനെ വെയിലടിക്കുമ്പോൾ ഭയങ്കര ചൂടല്ലേ. നമ്മളിപ്പോൾ കാറിൽ പോവുകയാണെങ്കിലും ഭയങ്കരമായിട്ട് ചൂട് നമുക്ക് തോന്നില്ലേ, അതുപോലെ. അത് കാരണം പുറത്തിറങ്ങുമ്പോൾ ഒരു പ്രത്യേക സുഖമാണേ. നമുക്ക് ആ വെയിലും കിട്ടും, എന്നാൽ നമുക്കിങ്ങനെ വീർത്തൊലിക്കുന്ന, നാട്ടിൽ പോകുമ്പോൾ കണക്ക് വീർത്തൊലിക്കുന്ന കണക്ക് തോന്നില്ല. നമുക്ക് ആ തണുത്ത കാറ്റുള്ളത് നല്ല രസമാണ്. ഇവിടെ ഒരു ക്രെഡിറ്റ് യൂണിയൻ ബാങ്കും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ഇതുവരെ വന്നിട്ടില്ല. മേ ബി ഒരു അക്കൗണ്ട് എടുക്കണം. പിന്നെ എന്നാ ഗൈസ്, ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് എൻ്റെ അതായത് എൻ്റെ ലൈഫല്ല, എൻ്റെ തിങ്കിങ്ങിൽ കുറേ ചേഞ്ചസ് വന്നപ്പം അത് നമ്മുടെ ലൈഫിൽ മൊത്തത്തിൽ അതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ ലൈഫും ഇങ്ങനെ ചേഞ്ച് ആവാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഒരു മാനിഫെസ്റ്റേഷൻ പോലെയാണ് അത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കൊരു വീഡിയോസായിട്ട് ചെയ്യണം എന്നുണ്ട്. അതൊക്കെ തിങ്ക് ചെയ്തിട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് തന്നെ എനിക്ക് തോന്നി തുടങ്ങിയത് കേട്ടോ.
അപ്പോൾ അത് ഇങ്ങനെ പതിയെ ഞാനൊന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാം. കാരണം എൻ്റെ ഫസ്റ്റ് 2 വീഡിയോസ് കാണുമ്പോൾ അറിയാം ഞാൻ കുറേ നാളിങ്ങനെ ഒന്നും ഇങ്ങനെ പബ്ലിക്കിനോടൊന്നും സംസാരിക്കാണ്ട് അങ്ങനെയൊക്കെ നിന്നപ്പോൾ എനിക്കൊരു ലാഗ് ഉണ്ടായിരുന്നു. സംസാരിക്കാനായാലും എനിക്കൊരു ഷൈ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി ഒന്ന് വരുമ്പോഴത്തേന് നല്ല നല്ല കാര്യങ്ങൾ എനിക്കൊന്ന് വീഡിയോ ആക്കി ചെയ്യണം എന്നുണ്ട്. അപ്പം ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോസ് തന്നെ ഞാൻ കുറേ ഇങ്ങനെ കട്ട് ചെയ്താണ് കേട്ടോ എടുക്കുന്നത്. കുറച്ച് നേരം അവിടെ പോയി വേണമെങ്കിൽ ഇരിക്കാം കേട്ടോ. ഞങ്ങൾ ഇവിടെ ഒന്നങ്ങനെ ഇരുന്നിട്ടില്ല, പക്ഷെ അവിടെ കുറേ ബെഞ്ചൊക്കെ കിടപ്പുണ്ട്. ഇവിടെ ഈ ടീനേജേഴ്സൊക്കെ ഇവിടെ വന്നിട്ട് കളിക്കുമ്പം അവരൊക്കെ ഇവിടെ വന്നിരുന്ന് കാര്യം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോവാം. എന്തായാലും വന്നതല്ലേ. ഇതാണ് കേട്ടോ, നല്ല രസമാണ്. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ചെറിയ ഏരിയാസിൽ ഇങ്ങനെ കുറച്ച് പ്ലേസൊക്കെ സെറ്റ് ചെയ്തിടും കേട്ടോ. ഇങ്ങനെ എല്ലാവർക്കും ഇരിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. ഞങ്ങളിവിടെ വന്നിരുന്നു കേട്ടോ. സിയപ്പോ എവിടെ പോവാ? ഇപ്പം അവൾ ഒച്ച വയ്ക്കാൻ തുടങ്ങുവേ. അവൾക്കിങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഇഷ്ടമില്ല, കണ്ടിന്യൂസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം. എന്തോ കണ്ടിട്ടുണ്ട്. സംസാരിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാബ പപ്പ എന്നൊക്കെ പറയുന്നുണ്ടോ. ഇനി ഇവിടെ അലമ്പാവുവേ, കുറേ നേരം ഇവിടെ ഇരിക്കാൻ പറ്റില്ല. നല്ല ബെഞ്ചൊക്കെ നല്ല ചൂടായിട്ട് കിടക്കും കേട്ടോ. നല്ല സുഖമുണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട്. നല്ലൊരു ഏരിയ. ഈ വീഡിയോ ഞാൻ വെറുതെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരണമെന്ന് തോന്നി. അപ്പോൾ വെറുതെ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ തോന്നി. ഇതൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ജേർണലിംഗ്. ഞാൻ കഴിഞ്ഞ ദിവസം ജേർണലിങ്ങിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നല്ലോ. ജേർണലിങ് എങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രമേ ഞാനത് കാണിച്ചുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ദിവസം ഫുള്ളിങ്ങനെ നമുക്ക് ഫീൽ ചെയ്ത അതേ ഇമോഷൻസോട് കൂടി നമ്മളിങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് വീഡിയോ എടുത്ത് വെക്കുകയാണെങ്കിൽ അതൊക്കെ യൂസ്ഫുള്ളാണ് കേട്ടോ. എനിവേ ഈ വീഡിയോ നിങ്ങൾ കാണണം. ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ദ മൈൻഡ്ഫുൾ മിനിമലിസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന യൂസ്ഫുൾ ആവുന്ന ടൈപ്പ് വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിവേ വീണ്ടും കാണാം. താങ്ക് യു ഗൈസ്. ബൈ.